2004 പുറത്തിറങ്ങിയ പാഷൻ ഓഫ് ദ ക്രൈസ്റ്റ് എന്ന സിനിമ നമ്മളിൽ പലർക്കും പരിചിതമാണ്. ആ പേര് തന്നെ നമ്മളെ ഒരുപാട് ചിന്തിപ്പിക്കുന്ന ഒരു വാക്ക് തന്നെയാണ്. ദ പാഷൻ ഓഫ് ദ ക്രൈസ്റ്റ്. പാഷൻ എന്ന വാക്ക് കേൾക്കുമ്പോൾ സാധാരണമായി നമ്മൾ ചിന്തിക്കുന്ന ഒരു വലിയ ആഗ്രഹം, അല്ലെങ്കിൽ ഒരു തീക്ഷ്ണമായ ഒരു ഡിസയർ, ഒരാൾ മുഴുവൻ ഹൃദയത്തോടും ചേർന്ന് പിന്തുടരുന്ന ഒരു കാര്യം എന്നൊക്കെയാണ്. പക്ഷേ ഈ സിനിമയിൽ പാഷൻ എന്ന് പറയുന്നത് ക്രിസ്തുവിൻ്റെ സഫറിങ്ങിനെയും ക്രൂസിഫിക്ഷനെയും അവൻ മനുഷ്യർക്ക് വേണ്ടി സഹിച്ച വേദനയും കുറിച്ചാണ് പറയുന്നത്. ഞാൻ ആദ്യമായിട്ട് ഈ സിനിമ കണ്ടപ്പോൾ എൻ്റെ മനസ്സിൽ വീണ്ടും വീണ്ടും വന്നൊരു ചോദ്യം ഉണ്ടായിരുന്നു. എല്ലാവർക്കും ഉള്ളതുപോലെ തന്നെ, എന്തുകൊണ്ടാണ് ക്രിസ്തുവിൻ്റെ പാഷൻ ക്രൂശ് ആയിരുന്നത്? എന്തുകൊണ്ടാണ് സഫറിങ് അല്ലെങ്കിൽ വേദന തന്നെ അവന് പാഷനായി മാറിയത്? വൈ ക്രൂസിഫിക്ഷൻ? കാരണം നമ്മൾ ഇന്ന് പാഷൻ എന്ന് പറയുന്ന പല കാര്യങ്ങളും, ലൈക്ക് കരിയർ ആണെങ്കിലും ഡ്രീംസ്, ഗോൾസ്, ആംബിഷൻസ്, അതൊക്കെയാണ് നമ്മളുടെ മനസ്സിൽ ആദ്യം പാഷൻ എന്ന് കേൾക്കുമ്പോൾ ഓടിയെത്തുന്നത്. ഇന്ന് ഞാൻ നിങ്ങളോടൊപ്പം ഷെയർ ചെയ്യാൻ ആഗ്രഹിക്കുന്നത് പാഷൻ എന്ന ഈ വാക്കിൻ്റെ അർത്ഥം എൻ്റെ ജീവിതത്തിൽ എങ്ങനെ മാറി എന്നുള്ള ഒരു ചെറിയ പേഴ്സണൽ റിഫ്ലക്ഷനാണ്. സോ നമ്മളിൽ പലരും ചോദിക്കുന്ന ഒരു കാര്യമാണ്, വാട്ട്സ് യുവർ പാഷൻ? വാട്ട് ഡു യു വാണ്ട് ബിക്കം? എന്നോട് ആ ചോദ്യം ചോദിച്ചിരുന്ന സമയങ്ങളിൽ, അതായത് ഞാൻ ചെറുപ്പത്തിലായിരിക്കുന്ന സമയം, ഞാൻ സ്ഥിരമായി പറയുന്ന ഒരു മറുപടി ഉണ്ടായിരുന്നു. മൈ പാഷൻ ഇസ് ടു ബിക്കം എ ഡോക്ടർ. എൻ്റെ പഠനം, കരിയർ, അച്ചീവ്മെൻറ്റ്സ്, ഫ്യൂച്ചർ, അതൊക്കെയായിരുന്നു എൻ്റെ ഫോക്കസ്. സമൂഹത്തിൽ ഏറ്റവും കൂടുതൽ വിലയും നിലയും കിട്ടുന്ന ഒരു ഭാവി ചൂസ് ചെയ്യണമെന്ന് തന്നെയായിരുന്നു. അത് തെറ്റായിരുന്നില്ല. ഒരു നല്ല കരിയർ ബിൽഡ് ചെയ്യുക, പഠിക്കുക, വളരുക, അതൊക്കെ നല്ല കാര്യങ്ങളാണ്. നമ്മുടെ പേരൻസൊക്കെ അങ്ങനെയാണ് നമ്മളെ കുട്ടിക്കാലത്തിലെ നമ്മളെ എൻകറേജ് ചെയ്ത് വളർത്തി വലുതാക്കുന്നതൊക്കെ തന്നെ. പക്ഷേ പിന്നീട് ജീവിതത്തിൽ ദൈവം എന്ന ആ ഒരു വാക്ക് പതുക്കെ കൂടുതൽ കേൾക്കുവാൻ തുടങ്ങി. മനസ്സിൽ ഒരു ഡീപ്പർ സ്പിരിച്വൽ വാക്കിലേക്ക് എന്നെ ദൈവം വിളിച്ചപ്പോൾ ഞാനൊരു വലിയ വ്യത്യാസം തന്നെ കാണാനും മനസ്സിലാക്കുവാനും തുടങ്ങി. ഡിസയർ എന്നതും പാഷൻ എന്നതും രണ്ടും രണ്ട് കാര്യങ്ങളാണ്. നമ്മൾ പലപ്പോഴും പാഷൻ എന്ന് വിളിക്കുന്ന പല കാര്യങ്ങളും സത്യത്തിൽ ലൗകികമായ ഡിസയേഴ്സ് ആകാം. ഇത് ഞാനൊരു ക്രിസ്ത്യൻ പെർസ്പെക്റ്റീവിലും കൂടെയാണ് കേട്ടോ പറയുന്നത്. നല്ല കരിയർ വേണം, റെക്കഗ്നിഷൻ വേണം, സക്സസ് വേണം, അല്ലെങ്കിൽ ഒരു ഫൈനാൻഷ്യൽ ഇൻഡിപെൻഡൻസ്, അല്ലെങ്കിൽ ഒരു സ്റ്റെബിലിറ്റി, ഇതെല്ലാം വേണം. ഇതൊക്കെ നമ്മൾ ആഗ്രഹിക്കുന്നത് തെറ്റല്ല. പക്ഷേ ഒരു ഘട്ടത്തിൽ നമുക്ക് മറ്റൊരു കാര്യം മനസ്സിലാക്കാൻ സാധിക്കും. നമ്മുടെ ഹൃദയം ഏറ്റവും കൂടുതൽ എന്തിനെയാണോ അറ്റാച്ച്മെൻറ്റ് വയ്ക്കുന്നത്, ആ കാര്യം തന്നെയാണ് പിന്നീട് നമ്മുടെ ദൈവമായി മാറാൻ സാധ്യത. അതായത് അത് നമ്മുടെ ഒരു വിഗ്രഹമാകാനുള്ള ഒരു ടെൻഡൻസി കൂടുതലാണ്. കരിയർ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ അക്കാഡമിക്സ് ഇറ്റ്സെൽഫ് ഇസ് നോട്ട് ദി ഐഡൽ. അല്ലെങ്കിൽ നമ്മൾ ആ ഒരു കാര്യം ചെയ്യുന്നത് കൊണ്ട് അതാണ് വിഗ്രഹം എന്നല്ല. നമ്മൾ അതിനോടൊരു അറ്റാച്ച്മെൻറ്റ്, കൂടുതൽ ലവ് അതിന് കൊടുക്കുമ്പോൾ അത് ഒരു വിഗ്രഹമായി മാറും. എക്സസീവ് ലവ് ടുവേർഡ്സ് ഇറ്റ് can slowly become that idol. എഡ്യൂക്കേഷൻ തെറ്റല്ല, പൈസ ഉണ്ടാക്കുന്നത് തെറ്റല്ല, സ്വപ്നം കാണുന്നത് തെറ്റല്ല. പക്ഷേ എപ്പോഴാണ് അത് നമ്മളുടെ ഐഡൻറ്റിറ്റി ആവുന്നത്? അപ്പോഴാണ് നമ്മൾ ട്രാക്ക് മാറിപ്പോകുന്നത്. അതില്ലാതെ നമുക്ക് സമാധാനമില്ലാതാകുന്നുവെങ്കിൽ then that is your idol. അതിനുവേണ്ടി നമ്മളെല്ലാം സാക്രിഫൈസ് ചെയ്യാൻ തയ്യാറാകുന്നുവെങ്കിൽ then that is your idol. അതുകൊണ്ടാണ് ദൈവവചനം വീണ്ടും വീണ്ടും നമ്മളെ റിമൈൻഡ് ചെയ്യിക്കുന്ന ഒരു കാര്യം, where your treasure is, there your heart will be also. ഇവിടെയാണ് ഞാൻ പാഷൻ ഓഫ് ദ ക്രൈസ്റ്റ് എന്ന ആ ഒരു പേര് വേറൊരു രീതിയിൽ മനസ്സിലാക്കാൻ തുടങ്ങിയത്. ക്രിസ്തുവിൻ്റെ ആ പാഷൻ എന്ന് പറയുന്നത് അവൻ ഈ ലോകത്ത് ജീവിച്ചിരുന്നപ്പോൾ ഏർത്ത്ലി ആയിട്ടുള്ള സക്സസ് ആയിരുന്നില്ല. അവൻ്റെ പാഷൻ എന്ന് പറയുന്നത് അവൻ്റെ പിതാവിൻ്റെ ആഗ്രഹം ഫുൾഫിൽ ചെയ്യുക എന്നുള്ളതായിരുന്നു. പിതാവിൻ്റെ ഇഷ്ടം നിറവേറ്റുക, മനുഷ്യരെ സ്നേഹിക്കുക, ഒബീഡിയൻസ്, പൂർണ്ണമായ സമർപ്പണം. ക്രൂശ് എന്ന് പറയുന്ന ആ ഒരു കാര്യം അവന് ഇഷ്ടമുള്ളത് കൊണ്ടല്ല അവൻ ക്രൂശിലേക്ക് പോയത്. പക്ഷേ അവൻ കൺവേ ചെയ്ത ഒരു മെസ്സേജ് വാസ് ത്രൂ ക്രോസ്. സ്നേഹം ആ സഫറിങ്ങിലൂടെ അവനത് കാണിക്കുവാൻ സാധിച്ചു. അത് നമുക്ക് വേണ്ടി തന്നെയായിരുന്നു. ആൻഡ് ദാറ്റ് ഈസ് ഹിസ് റിയൽ പാഷൻ. ഒരു
ഡിസയർ അത് നമ്മളിലേക്കാണ് തിരിക്കുന്നത്. ഒന്നെടുത്ത് നോക്കിയാൽ തന്നെ കാണാം. ഇപ്പം ഡിസയർ ഫോർ ഫുഡ് നമ്മുടെ ഇഷ്ടമാണത്. അല്ലെങ്കിൽ ഡിസയർ ഫോർ ഡ്രൈവിംഗ് എ കാർ, അല്ലെങ്കിൽ ഒരു കരിയർ തന്നെ. ഓക്കെ, ഇന്നൊരു വ്യക്തിയായിട്ട് മാറണം, ഇന്നൊരു ജോബ് ചെയ്യണം. ഇതൊക്കെ നമ്മളെ ഫോക്കസ് ചെയ്യുന്ന ഇഷ്ടങ്ങളാണ്. പക്ഷേ ഗോഡ്ലി പാഷൻ എന്ന് പറയുമ്പോൾ നമ്മൾ പതുക്കെ ദൈവത്തിൻ്റെ ഇഷ്ടത്തിലേക്ക് തിരിയുന്നു. ഒരു ക്രിസ്ത്യൻ ലൈഫ് എന്ന് പറയുന്നത് നല്ല നല്ല കാര്യങ്ങൾ ചെയ്യുന്നതും അല്ലെങ്കിൽ കുറേ റൂൾസ് ഫോളോ ചെയ്യുന്നതിൽ മാത്രം ഒതുങ്ങുന്നില്ല. അതൊരു എൻകൗണ്ടറാണ്. നമ്മൾ ക്രിസ്തു എന്നുള്ളത് ഒരു പേരിനപ്പുറം ഒരു റിലേഷൻഷിപ്പിലേക്ക് ആരംഭിക്കുന്ന നിമിഷം. അപ്പോഴാണ് നമ്മുടെ ഈ ഡിസയേഴ്സ് എന്ന് പറയുന്ന കാര്യങ്ങൾ പതുക്കെ മാറാൻ തുടങ്ങുന്നത്. ഒരു രാത്രി കൊണ്ട് മാറുന്ന ഒരു കാര്യമല്ലത്. കുറേ നാൾ എടുത്ത് നമ്മുടെ ഹൃദയത്തിന് ഒരു പാകത തന്നെ അവൻ വരുത്തും. പണ്ട് ഇഷ്ടമായുള്ള കാര്യങ്ങൾ ചിലപ്പം ഇന്ന് നമുക്ക് ഇഷ്ടമല്ലായിരിക്കും. ഇപ്പം നമ്മൾ തന്നെ വിചാരിക്കും, ഓ ഇതെനിക്ക് പണ്ട് ഇഷ്ടമായിരുന്നു, എന്തുകൊണ്ടാണ് ഇപ്പം എനിക്കത് ഇഷ്ടമല്ലാത്തത്? ബിക്കോസ് എവിടെയോ നമ്മുടെ ഹൃദയത്തെ അവൻ പതുക്കെ പതുക്കെ മോൾഡ് ചെയ്ത് വരുത്തുകയാണ്. പതുക്കെ ലോകം നമുക്ക് ഓഫർ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ അതിനോടുള്ള അറ്റാച്ച്മെൻ്റ് ഉണ്ടല്ലോ, അത് പതുക്കെ ലൂസനാകാൻ തുടങ്ങും. നമ്മൾ പലരുടെയും വാലിഡേഷൻ അന്വേഷിച്ച് പൊയ്ക്കൊണ്ടിരുന്ന സമയം മാറി ദൈവത്തിൻ്റെ അപ്രൂവലിന് വേണ്ടി നമ്മൾ അന്വേഷിക്കാൻ തുടങ്ങും. ഞാൻ ഇന്നത് ചെയ്യുന്നത് ഓക്കെ എൻ്റെ ദൈവത്തിന് ഇഷ്ടമാണ്, അതുകൊണ്ട് ഞാൻ ചെയ്യുന്നു. അല്ലെങ്കിൽ ഇന്നൊരു കാര്യം ചെയ്യാൻ തുടങ്ങുന്നതിന് മുമ്പ് ഇത് ദൈവത്തിന് ശരിക്കും ഇഷ്ടമാണോ എന്നുള്ളൊരു ചോദ്യം നമ്മളെപ്പോഴും ചോദിച്ചുകൊണ്ടിരിക്കും. അതുപോലെ തന്നെ ഞാൻ എന്താകണം എന്ന ചോദ്യത്തിൽ തന്നെ നമ്മൾ ദൈവത്തോട് ചോദിക്കും, ലോർഡ് വാട്ട് ഡു യു വാണ്ട് മീ ടു ഡു, വാട്ട് ഡു യു വാണ്ട് മീ ടു ബിക്കം എന്ന ആ ഒരു മേജർ ഷിഫ്റ്റിലേക്ക് തന്നെ മാറും. യേശു എപ്പോഴും പറഞ്ഞ ഒരു കോൺസെപ്റ്റ് ഉണ്ട്, നിൻ്റെ ക്രൂശ് എടുത്ത് എന്നെ അനുഗമിക്കുക എന്നുള്ളത്. ആ ക്രൂശ് എന്ന് പറയുന്നത് സഫറിങ് മാത്രമല്ല, അത് നമ്മളുടെ ഒരു സറണ്ടറും കൂടെയാണ്. കാരണം ക്രൂശ് എന്ന് പറയുന്നത് എല്ലാവർക്കും വഹിക്കാൻ പറ്റുന്ന ഒരു കാര്യമല്ല, അതൊരു ഭാരമേറിയ ഒരു കാര്യമാണ്. അപ്പം ഓട്ടോമാറ്റിക്കലി ഹീ വാണ്ട്സ് അസ് ടു സറണ്ടർ ദാറ്റ് ക്രോസ് ടു ഹിം. അപ്പം നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ, നമ്മുടെ നമ്മളുടെ അച്ചീവ്മെൻറ്റ്സ്, നമ്മുടെ ഈഗോ, പ്രൈഡ്, ആംബിഷൻസ്, അതുപോലെ തന്നെ ലോകത്തിനോട് സംബന്ധിച്ചിട്ടുള്ള നമ്മുടെ ആ ഐഡൻറ്റിറ്റി, ഇതൊക്കെ ആ ക്രൂശിലൂടെ ക്രൂശിക്കപ്പെടുകയാണ് ചെയ്യുന്നത്. ഇറ്റ് ഈസ് എ പ്രോസസ്സ്. ഒരു നേരമല്ല, ഒരു സെക്കൻഡ് അല്ല. ഇറ്റ് വിൽ ബി ടേക്കിംഗ് എ ലിറ്റിൽ ബിറ്റ് ടൈം ദാൻ യു എക്സ്പെക്റ്റ്. ചില സമയങ്ങളിൽ അത് പെയിൻഫുള്ളാണ്. കാരണം നമ്മൾ ഹ്യൂമൻ ബീയിങ്സ് ആണ്. നമ്മൾ നാച്ചുറലി നമുക്ക് കൺട്രോൾ എടുക്കണം നമ്മുടെ എല്ലാ കാര്യത്തിലും എന്ന് ആഗ്രഹിക്കുന്നവരാണ് മിക്കവരും. നമ്മുടെ പ്ലാൻസ് നടക്കണം, നമ്മുടെ ആഗ്രഹങ്ങൾ നടക്കണം എന്ന് നമ്മൾ തീർച്ചയായിട്ടും ആഗ്രഹിക്കുന്നവരാണ്. പക്ഷേ സ്പിരിച്വൽ മെച്യൂരിറ്റിയിലേക്ക് നമ്മൾ ചിന്തിക്കുമ്പോൾ അത് ആരംഭിക്കുന്നത് എപ്പോഴാണോ നമ്മൾ വിട്ടുകൊടുക്കുന്നത്, ദൈവമേ നിൻ്റെ ആഗ്രഹം എന്നിൽ നിറവേറട്ടെ, സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ എന്ന് പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനയിൽ തന്നെ അവൻ നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്, ദൈവഹിതം നിറവേറട്ടെ, എൻ്റെ ഹിതമല്ല എന്ന് നമ്മുടെ ഹൃദയം ഓട്ടോമാറ്റിക്കലി പറയുമ്പോഴാണ് ആ ഷിഫ്റ്റ് നടക്കുന്നത്. ഞാനിപ്പോഴും ഈ ഒരു ജേർണിയിലാണ്. സംടൈംസ് ഇറ്റ് ഈസ് ഈസി, സംടൈംസ് ഇറ്റ് ഈസ് വെരി വെരി ഹാർഡ്. പലപ്പോഴും ഞാൻ പിന്നെയും ലൗകികമായ ആങ്സൈറ്റീസിലും കരിയർ വെറീസിലും ഫ്യൂച്ചറിൻ്റെ പറ്റിയിട്ടുള്ള ചിന്തകളും കമ്പാരിസൺ ഒക്കെ അതിലേക്ക് ഞാൻ സ്ലിപ്പ് ചെയ്യാറുണ്ട്. ഭയം അതൊക്കെ ചില സമയങ്ങളിൽ എന്നെ ഡോമിനേറ്റ് ചെയ്യും. പക്ഷേ ഓരോ തവണയും ഞാൻ ഒന്ന് റീഫോക്കസ് ചെയ്യുമ്പോൾ ആ പരിശുദ്ധാത്മാവിൻ്റെ സഹായത്തോടു കൂടിയാണ് കേട്ടോ. എൻ്റെ സ്വന്തം ആ ഒരു ഇതിലൂടെ എനിക്കത് ചെയ്യാൻ പറ്റില്ല. പക്ഷേ എപ്പം ഞാനത് ഒന്ന് റീഫോക്കസ് ചെയ്യുന്നു, ക്രിസ്തുവിലേക്ക് ഞാനൊന്ന് തിരിഞ്ഞു നോക്കുമ്പോൾ വീണ്ടും ഞാൻ ആ ഒരു കാര്യം ഞാൻ റിമൈൻഡ് ചെയ്യും. എന്നെ റിമൈൻഡ് ചെയ്യിപ്പിക്കും എന്ന് പറയുന്നതായിരിക്കും കൂടുതൽ ശരി. ഈ ലോകം ശാശ്വതമല്ല, ഇറ്റ് ഈസ് വെരി ടെമ്പററി. പക്ഷേ ഒരു ശാശ്വതമായൊരു കാര്യമുണ്ട്, ക്രിസ്തു. ഹീ ഈസ് എറ്റേണൽ. ആ എറ്റേണൽ ലൈഫാണ് അവന് കിട്ടിയത് ആണ് നമുക്കും പ്രോമിസ് ചെയ്യുന്നത്. പതുക്കെ പതുക്കെ നമ്മൾ ദൈവത്തിൻ്റെ ഇഷ്ടം നമ്മുടെ ഉള്ളിൽ നിറവേറാൻ നമ്മുടെ ഹൃദയം അതുപോലെ തുറക്കുമ്പോൾ ആൻഡ് വെരി സ്ലോലി നമ്മുടെ ഡിസയേഴ്സും അതിനനുസരിച്ച് മാറും. പതുക്കെ നമ്മുടെ ആ ഇഷ്ടങ്ങൾ മാറി അവൻ്റെ ഇഷ്ടങ്ങൾ നിറവേറുവാനും നമ്മൾ ശ്രമിക്കും. അതുകൊണ്ടാകാം പാഷൻ ഓഫ് ദ ക്രൈസ്റ്റ് എന്ന് പറയുന്നത് ഒരു പവർഫുൾ ആയിട്ടുള്ള ഒരു പേര് തന്നെ ആയത്. കാരണം
സഫറിങ്ങിനെക്കുറിച്ച് മാത്രമല്ല അത് പറയുന്നത്. ഒരു കർത്താവിൻ്റെ ഒരു ഡീപ്പായിട്ടുള്ള നമ്മളോടുള്ള ഒരു സ്നേഹം, അവൻ്റെ മനുഷ്യനായിരിക്കുന്ന അവസ്ഥയിൽ അവൻ ചെയ്ത സറണ്ടർ കംപ്ലീറ്റ് ആയൊരു കാര്യം നമ്മളെ കാണിക്കുന്നു. അതുപോലെ തന്നെ ക്രിസ്തു എങ്ങനെ അവൻ്റെ ആ കുരിശ്, ആ മരണം വരെ അവനത് ഏറ്റെടുത്തു. ത്രൂ സറണ്ടർ, ത്രൂ ഒബീഡിയൻസ്, ത്രൂ ലവ് എന്നുള്ള ഒരു മോഡലാണ് നമ്മൾ കാണുന്നത് അവിടെ. ആൻഡ് മേ ബി അതുപോലെ തന്നെയാണ് നമ്മുടെ ക്രിസ്ത്യൻ ലൈഫും. ത്രൂ ഒബീഡിയൻസ് നമ്മൾ നമ്മുടെ പാഷൻ മാറ്റിക്കൊണ്ട് നമ്മുടെ പിതാവായ ദൈവത്തിൻ്റെ ഇഷ്ടം നിറവേറുവാനുള്ള ആ ഒരു ജേണി, നമ്മുടെ ലൗകികമായിട്ടുള്ള ഒരു ഡിസയേഴ്സ് മാറി ദൈവികമായിട്ടുള്ള ഒരു പാഷനിലേക്ക് വരിക എന്നുള്ളത്. അപ്പം സ്ലോലി ആ പാഷൻ ഓഫ് ദ ക്രൈസ്റ്റ് എന്നുള്ളത് പാഷൻ ഫോർ ക്രൈസ്റ്റ് ആകും നമ്മുടെ ഉള്ളിൽ. ആ ഒരു മാറ്റം, ആ ഒരു വലിയ ട്രാൻസ്ഫോർമേഷൻ, ഒരു സെൽഫ് സെൻറ്റേർഡ് ആയിട്ടുള്ള നമ്മുടെ സ്വപ്നങ്ങൾ പതുക്കെ ക്രൈസ്റ്റ് സെൻറ്റേർഡായി മാറും. ആൻഡ് അവനിൽ നമ്മൾ ഇങ്ങനെ നടക്കുമ്പോൾ ഒരു അടിമയെ പോലെയല്ല കേട്ടോ ആ പിക്ചർ വരുന്നത്. നമുക്കൊരു റിലാക്സ്ഡ് ആയിട്ടുള്ള റെസ്റ്റ് ഇൻ ഹിം, അബൈഡ് ഇൻ ഹിം എന്നുള്ളൊരു പിക്ചറാണ് നമ്മുടെ ലൈഫിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത്. എൻ്റെ ഹിതമല്ല നിൻ്റെ ഹിതം നിറവേറട്ടെ എന്നുള്ള ഒരു പ്രാക്ടിക്കൽ ലിവിങ്ങിലേക്ക് നമ്മൾ വരും. അപ്പോൾ ഒരു പ്രാർത്ഥന, ലോർഡ്, let my passion not just be about building a life for myself, but about becoming the person you want me to be. നമ്മുടെ പ്രാർത്ഥന കേൾക്കുമ്പോൾ പരിശുദ്ധ ആത്മാവ് പതുക്കെ നമ്മളെ ആ ഒരു ട്രാൻസ്ഫോർമേഷനിലേക്ക് കൊണ്ടെത്തിക്കും എന്നുള്ളത് 100% അതിനപ്പുറം ഉറപ്പാണ്. ഈ ഒരു ചെറിയൊരു മെസ്സേജ് കേട്ട എല്ലാവർക്കും ഒരുപാട് നന്ദി. Hope you enjoy today's message. Take care and God bless.